വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗൗരവത്തോടെ പറയുന്നു, ഒരു കുഞ്ഞ് ജന്മം കൊള്ളുകയാണെങ്കിൽ ആ കുഞ്ഞിനെ അകാരണമായി അബോർട്ട് ചെയ്ത് കളയരുത്, അബോർഷൻ ചെയ്യരുത്. അതൊരു ജീവിതമാണ്, ഒരു ജീവനാണ്. വലാ തഖ്തുലൂ ഔലാദകും ഖശിയത ഇംലാഖ് നഹ്നു നർസുഖുഹും വഇയ്യാകും. നിങ്ങളുടെ മക്കളെ ദാരിദ്ര്യം പേടിച്ചുകൊണ്ട്, ചെലവേറെയായിരിക്കും, കുഞ്ഞിനെ പഠിപ്പിക്കണം, അവർക്ക് സ്കൂൾ വേണം, യൂണിവേഴ്സിറ്റി വേണം, വിവാഹം ചെയ്തു കൊടുക്കണം, മക്കൾക്കൊരു കരിയർ ആകുന്നവരെ അവർക്ക് വേണ്ടി ചെലവഴിക്കണം. ഇതെല്ലാം ഭാരമാണ് എന്ന് വിചാരിച്ച് ജനിക്കാൻ പോകുന്ന കുഞ്ഞിനെ നിങ്ങൾ ഗർഭഛിദ്രം ചെയ്ത് നശിപ്പിച്ചു കളയരുതേ. വലാ തഖ്തുലൂ ഔലാദകും ഖശിയത ഇംലാഖ്. ഭാവിയിൽ ദാരിദ്ര്യം വരുമെന്ന് പേടിച്ചിട്ട് ഈ മക്കൾക്ക് ഞാൻ എങ്ങനെ ചെലവ് കൊടുക്കും, ഇവരൊരു ഭാരമാകുമോ, അതുകൊണ്ട് കുഞ്ഞു വേണ്ട എന്ന് പറഞ്ഞ് നിങ്ങൾ അബോർഷൻ ചെയ്യരുതേ. നഹ്നു നർസുഖുഹും വഇയ്യാകും. ജനിക്കാൻ പോകുന്ന ആ മക്കൾക്കും നിങ്ങൾക്കും റിസ്ക് നൽകുന്നത് ഞാൻ തന്നെയാണ്. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. ഭൂമിയിലെ ഓരോ ജീവിയുടെയും ജീവിക്കാൻ ആവശ്യമായ, സർവൈവലിന് ആവശ്യമായ എല്ലാം നിർണയിച്ചു കൊടുക്കുന്നതും നടത്തി കൊടുക്കുന്നതും നാം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ഭക്ഷണവും നിലനിൽപ്പിനാവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഞാൻ ഏറ്റെടുത്തതല്ലയോ, നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? ദാരിദ്ര്യം പേടിച്ചുകൊണ്ട് മക്കളെ കൊല്ലരുത്. വിശുദ്ധ ഖുർആൻ പറയുന്നത് നഹ്നു നർസുഖുഹും വഇയ്യാകും. അവർക്കും നിങ്ങൾക്കും. മക്കളെക്കുറിച്ച് ആദ്യം പറയുന്നത് വരാൻ പോകുന്ന മക്കൾക്ക് അവരിലൂടെ ദാരിദ്ര്യം വരുമെന്നാണ് നിങ്ങൾ പേടിക്കുന്നതെങ്കിൽ ആ മക്കൾക്കും നിങ്ങൾക്കും ഭക്ഷണം നൽകുന്നത് നാം തന്നെയാണ് എന്ന് അല്ലാഹു പറഞ്ഞു. ഇനി ഒരിടത്ത് പറയുന്നത് നിങ്ങൾക്കും അവർക്കും ഭക്ഷണം നൽകുന്നത് ഞാൻ തന്നെയാണ്. അങ്ങനെയുണ്ട് സൂറത്തുൽ ഇസ്രായിൽ തന്നെ. ولا تقتلوا أولادكم من إملاق. ദാരിദ്ര്യം കാരണം നിങ്ങൾ നിങ്ങളുടെ മക്കളെ വധിച്ചു കളയരുത്. ജീവിച്ചിരിക്കുന്ന മക്കളെ കുരുതിക്ക് കൊടുക്കരുത്. ദാരിദ്ര്യമാണ്, കടബാധ്യതയാണ് എന്ന് പറഞ്ഞിട്ട് നഹ്നു നർസുഖുക്കും വഇയ്യാഹും. നിങ്ങൾക്കും അവർക്കും ഭക്ഷണം നൽകുന്നത് ഞാൻ തന്നെയാണ്. കാരണം നിലവിൽ ദാരിദ്ര്യമുണ്ട് എന്നതിൻ്റെ പേരിൽ നിങ്ങൾ വിഷമിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് അത് പേടിയെക്കുറിച്ചല്ല, ദാരിദ്ര്യം വരുമോ എന്ന പേടിയല്ല. ഇപ്പോൾ ദാരിദ്ര്യമുള്ളതിൻ്റെ പേരിൽ നിങ്ങൾ മക്കളെ കൊന്നുകളയരുതേ, നിങ്ങൾ മക്കളുടെ ജീവൻ ഒടുക്കരുതേ. കാരണം നിങ്ങൾക്കും ആ മക്കൾക്കും ഭക്ഷണം നൽകുന്നത് ഞാൻ തന്നെയാണ്. ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറാ. റൂഹൂദി കഴിഞ്ഞാൽ ഗർഭത്തിൽ കിടക്കുന്ന ഒരു കുഞ്ഞിനെ അകാരണമായി കൊല ചെയ്യുന്നത് പോലെയാണ് ഗർഭചിത്രം ചെയ്യപ്പെടുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ. ഇന്നഹു കാന ഇന്ന ഖത്ലഹും കാന ഖിത്അൻ കബീറാ. അക്ബറുൽ കബായിർ, വൻപാപങ്ങളിൽപ്പെട്ട ഏറ്റവും വലിയ വൻപാപങ്ങളായി നബി തങ്ങൾ പറഞ്ഞത് അൻതഖ്തുല വലദക മഖാഫത അൻ യത്ഇമ മഅക. നിന്റെ കൂടെ ഭക്ഷണം കഴിക്കേണ്ടി വരും എന്ന ഒരൊറ്റ കാരണം കൊണ്ട് നിങ്ങൾ മക്കളെ കൊന്നുകളയുന്നത് വൻപാപങ്ങളിൽ വൻപാപമാണെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര മനോഹരമാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടുകൾ. പെൺമക്കളെ ജീവനോടെ കുഴിച്ചു മൂടിയിരുന്ന കാലം മക്കയിലെ ചില ഗോത്രക്കാർ, എല്ലാവരുമല്ല, മക്കയിലെ ചില ഗോത്രക്കാർ ചെയ്തിരുന്നൊരു പരിപാടി. ഒരു പെണ്ണ് പ്രസവിക്കുകയാണെങ്കിൽ ഒരു കുഴി കുഴിച്ച് ആ കുഴിയുടെ വക്കത്ത് വെച്ചിട്ടാണ് പേറ്റുനോവെടുക്കാറുണ്ടായിരുന്നത്. ആ പെൺകുഞ്ഞാണെങ്കിൽ ജീവനോടെ നേരാ കുഴിയിലേക്ക് എറിയുകയും മണ്ണ് വാരി മൂടുകയും ചെയ്തിരുന്ന കാലം. ആൺകുട്ടിയാണെങ്കിൽ വീട്ടിലേക്ക് അതിനെ കൊണ്ടുവരും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഇദൽ മൗഊദതു സുഇലത് ബിഅയ്യി ദംബിൻ ഖുതിലത്. നിരപരാധിയായി
ഒരു തെറ്റും ചെയ്യാത്ത ഭൂമിയിലേക്ക് ജീവനോടെ കടന്നു വന്ന ഒരു കുഞ്ഞിനെ നിങ്ങൾ കൊന്നുകളഞ്ഞാൽ നാളെ ആ പിഞ്ചു പൈതലിനോട് അള്ളാഹു ചോദിക്കുമത്രേ, കുഞ്ഞേ മോളെ എന്തിനായിരുന്നു മോളെ നീ കൊല ചെയ്യപ്പെട്ടത്? എന്തിനായിരുന്നു മോളെ നിന്റെ ഉപ്പയും നിന്റെ ഉമ്മയും നിന്നെ കൊല ചെയ്തത് എന്ന് ആ പിഞ്ചു പൈതലിനോട് വിചാരണ നാളിൽ അള്ളാഹു ചോദിക്കുമെന്നും മാതാപിതാക്കൾ അതിന് മറുപടി കൊടുക്കാൻ ബാധ്യസ്ഥരാണെന്നും പറഞ്ഞപ്പോ ഹബീബിന്റെ മുമ്പിലേക്ക് കരഞ്ഞുകൊണ്ടുവന്ന് പരാതി പറഞ്ഞ, സങ്കടം ബോധിപ്പിച്ച, തൗബ ചെയ്ത് മടങ്ങിയ എത്രയോ സ്വഹാബിമാരുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وإذا بشر أحدهم بالأنثى ظل وجهه مسودا وإذا بشر أحدهم بالأنثى ظل وجهه مسودا وهو كظيم يتوارى من القوم من سوء ما بشر به أيمسكه على هون أم يدسه في التراب. سورة النحل. وإذا بشر أحدهم بالأنثى. ആധുനിക കാലത്ത് ആണും പെണ്ണും കുട്ടികളെ നൽകുന്നത് അല്ലാഹുവാണ്. ആണോ പെണ്ണോ ആയി മക്കൾ ജനിക്കണമെന്ന് തീരുമാനിക്കാൻ ഒരു ഉമ്മക്കോ ഒരു ഉപ്പക്കോ ഒരിക്കലും ഒരു നിലക്കും ഇടപെടുക സാധ്യമല്ല എന്ന് ശാസ്ത്രീയമായി തന്നെ ബോധ്യമുള്ള ഒരു തലമുറയാണ് ഇപ്പോഴത്തേത്. എന്നിട്ട് പോലും പെൺകുട്ടിയെ വേണ്ടെന്നോ ഒരു പെൺകുട്ടി ജനിക്കുമ്പോൾ സന്തോഷം കുറഞ്ഞു പോവുകയോ ചെയ്യുന്നത് ഗുരുതരമായ തെറ്റാണ്. 6-ാം നൂറ്റാണ്ടിൻ്റെ ജാഹിലിയത്തിലേക്കുള്ള തിരിച്ചുപോക്കാണതെന്ന് ഖുർആൻ ഇവിടെ സൂചിപ്പിക്കുകയാണ്. വഇദാ ബുശ്ശിറ അഹദുഹും ബിൽ ഉൻസാ. അവരാർക്കെങ്കിലും ഒരു പെൺകുട്ടി ജനിച്ചു എന്ന് ഒരു സന്തോഷവാർത്ത അറിയിച്ചു കൊടുത്താൽ വല്ല വജ്ഹുഹു മുസ്വദ്ദാ, അവരുടെ മുഖം കറുത്തിരുണ്ടു പോകുന്നത് കാണാൻ കഴിയും. വഹുവ കദീം, ആ പിതാവിൻ്റെ മുഖത്ത് ദേഷ്യം കാണാമായിരുന്നു. യതവാറാ മിനൽ ഖൗമി മിൻ സൂഇ മാ ബുശ്ശിറ ബിഹി. കുഞ്ഞ് ജനിച്ചത് പെൺകുട്ടിയാണ് എന്നറിഞ്ഞതിൻ്റെ പേരിൽ ആർക്കും മുഖം കൊടുക്കാതെ അവർ സമൂഹത്തിൽ നിന്ന് ഓടി മറയുകയാണ്. ചിന്തിക്കുന്നത് അയുംസികുഹു അലാ ഹൂനിൻ, ആ കുഞ്ഞിനെ നിന്ദ്യതയോടെ അപമാനത്തോടെ വെച്ച് പൊറുപ്പിക്കണമോ, പോറ്റി വളർത്തേണമോ, അം യദുസ്സുഹു ഫിത്തുറാബ്, ആ കുഞ്ഞിനെ മണ്ണിൽ തന്നെ ഇട്ടേച്ചു മൂടേണമോ, മണ്ണിലിട്ട് മൂടിക്കളയണോ, അല്ലെങ്കിൽ അപമാനതയോടുകൂടെ കുഞ്ഞിനെ വളർത്തേണമോ എന്ന് ചിന്തിക്കുന്ന ഒരു കാലം പെൺകുഞ്ഞ് ജനിച്ചാൽ ആണും പെണ്ണും അല്ലാഹു നൽകുന്ന നിഅമത്താണ്. പെൺകുട്ടികൾ പ്രത്യേകിച്ചും മാതാപിതാക്കൾക്ക് ബാധ്യതയാവുകയാണെന്നാണ് അവർ ധരിക്കുന്നത്. ആൺകുട്ടികളെ പോലെയല്ലല്ലോ. ജോലിക്ക് പറഞ്ഞയച്ചിട്ടോ അധ്വാനിപ്പിച്ചിട്ടോ പുറത്തിറങ്ങി അവസരങ്ങൾ നൽകിയിട്ടോ മക്കളിലൂടെ ഒരു വരുമാനം കിട്ടണമെന്ന് പെൺകുട്ടികളെപ്പോലെ ആൺകുട്ടികളെക്കുറിച്ച് ചിന്തിക്കുക അന്ന് പ്രയാസമായിരുന്നു. അതുകൊണ്ടാണ് പെൺകുട്ടികളെ വളർത്തുന്നവർക്ക് അല്ലാഹു വലിയ പ്രതിഫലം വാഗ്ദത്തം ചെയ്യാൻ കാരണം. ഖാലൻ നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യനബി തങ്ങൾ പറയുമായിരുന്നു, മൻ കാന ലഹു സലാസു ബനാത്, ആർക്കെങ്കിലും 3 പെൺകുട്ടികളുണ്ടെങ്കിൽ ഫസ്വബറ അലൈഹിന്ന, ആ പെൺകുട്ടികളെ ക്ഷമയോടെ വളർത്തുകയാണെങ്കിൽ, വഅത്അമഹുന്ന വസഖാഹുന്ന, ആ പെൺകുട്ടികൾക്ക് തിന്നാനും കുടിക്കാനും, വകസാഹുന്ന മിൻ ജിദതിഹി, സ്വന്തം സമ്പത്തിൽ നിന്ന് ആ കുഞ്ഞുങ്ങൾക്ക് വസ്ത്രം വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്താൽ, കുന്ന ലഹു ഹിജാബൻ മിനൻ നാരി യൗമൽ ഖിയാമ, അന്ത്യനാളിൽ നരകത്തിൽ നിന്ന് ആ പെൺകുട്ടികൾ മറയായി നിൽക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങളുടെ ഭാര്യയായ നമ്മുടെ ഉമ്മയായ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ മുമ്പിലേക്ക് ഒരു ഉമ്മ വന്നു 2 പെൺകുട്ടികളെയും കൊണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ദാരിദ്ര്യം പറഞ്ഞ്, വിഷമം പറഞ്ഞ്, കഴിക്കാനൊന്നുമില്ല, ഭക്ഷണമുണ്ടോ എന്ന് ചോദിച്ചു വന്നപ്പോ ആ ഉമ്മയുടെ കയ്യിൽ 3 ഈത്തപ്പഴം കൊടുത്തു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ 3 ഈത്തപ്പഴം കൊടുത്തു.
ആ 3 ഈത്തപ്പഴത്തിൽ ഓരോ മക്കൾക്ക് കൊടുത്തു. 2 പെൺകുട്ടികളിൽ ഓരോരുത്തർക്കും ഓരോന്ന് കൊടുത്ത് തൻ്റെ ഊഴമായി 3-ാമത്തേത് കഴിക്കാൻ വേണ്ടി ഉമ്മ വായയിലേക്ക് വെക്കുമ്പോൾ ആ മക്കൾ പറഞ്ഞു, ഉമ്മ ഞങ്ങൾക്കത് വേണം, ഞങ്ങളുടെ വിശപ്പ് തീർന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു കടി പോലും കടിക്കാതെ തൻ്റെ അവകാശമായ ആ ഒരു ഈത്തപ്പഴം 2 പെൺകുട്ടികൾക്കിടയിൽ ചീന്തിക്കൊടുത്ത് പകുതിയായി ആ പെൺകുട്ടികൾക്ക് തന്നെ തിരിച്ചു കൊടുത്ത ഒരു ഉമ്മയുടെ അനുഭവം ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഹബീബിനോട് വന്ന് പറഞ്ഞു, നബിയേ ഞാൻ അത്ഭുതപ്പെട്ടു പോയി ഒരു ഉമ്മയുടെ സ്നേഹം. സ്വന്തം വയറ് വിശന്ന് കത്തിയെരിയുമ്പോഴും മക്കൾക്ക് എന്തെങ്കിലും കൊടുക്കണം. ഒരു ഈത്തപ്പഴം ഓരോരുത്തരും കഴിച്ചിട്ടുണ്ട്, 3-ാമത്തേത് ഉമ്മാക്ക് കഴിക്കാനുള്ളതാണ്. എന്നിട്ട് പോലും അത് ചീന്തിയെടുത്തിട്ട് 2 പെൺമക്കളുടെയും കയ്യിൽ കൊടുത്തതിൻ്റെ കഥ പറയുമ്പോൾ ഹബീബാ നബി തങ്ങൾ പറഞ്ഞു, ഇന്നല്ലാഹ ഖദ് ഔജബ ലഹാ ബിഹൽ ജന്ന. ആ ഒരു പണി ചെയ്തതിൻ്റെ പേരിൽ 2 പെൺകുട്ടികളെ അത്രമേൽ പരിഗണിക്കുകയും ആ പെൺകുട്ടികൾക്ക് തന്നെ തിന്നാൻ കൊടുത്ത് പട്ടിണി കിടക്കാൻ തീരുമാനിച്ച ആ ഉമ്മയോട് പറയണേ, ഒരു ഈത്തപ്പഴം, ഒരു ഈത്തപ്പഴം, ആ ഈത്തപ്പഴം നൽകിയതിൻ്റെ പേരിൽ അല്ലാഹു അവർക്ക് സ്വർഗം നിർബന്ധമാക്കി. അല്ലാഹു നരകത്തിൽ നിന്ന് ആ ഉമ്മയെ അല്ലാഹു രക്ഷപ്പെടുത്തിയിരിക്കുന്നു. പെൺകുട്ടികളെ ഗൗനിച്ചതിനെ കുറിച്ചായി പറയുന്നത്. ആൺകുട്ടികളോട് അവരെ ഗൗനിക്കരുത് എന്നല്ല ഇതിനർത്ഥം. ആൺകുട്ടികളോട് സ്വാഭാവികമായ ഒരടുപ്പമോ ഏറെ സന്തോഷമോ മാതാപിതാക്കളിൽ കാണുക സ്വാഭാവികമാണ്. എന്നാൽ പെൺകുട്ടികളുടെ വിഷയത്തിൽ അത് നിങ്ങൾ ഗൗനിക്കണം. പെൺമക്കൾ നിങ്ങൾക്ക് സ്വർഗത്തിലേക്കുള്ള താക്കോലുകളാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ തങ്ങൾ ഗർഭിണികളായ പെണ്ണുങ്ങൾ ഗർഭിണികളായിരിക്കെ റമദാൻ മാസം വന്നാൽ, അല്ലെങ്കിൽ പാലൂട്ടുന്ന സമയം റമദാൻ മാസം വന്നാൽ കുഞ്ഞിനെന്തെങ്കിലും പ്രയാസം വരുമെന്നുണ്ടെങ്കിൽ അവർക്ക് നോമ്പ് മുറിക്കുകയും ആ നോമ്പ് ഖളാ വീട്ടുകയും ചെയ്ത് അതിന് വേണ്ട ഫിദീ കൊടുത്താൽ അതതിന് സാധ്യമാണ് എന്നൊരു മസ്അല തന്നെ. ഒരു പെണ്ണിന് മുലയൂട്ടുമ്പോഴോ ഗർഭം ധരിക്കുമ്പോഴോ കുഞ്ഞിന് പ്രയാസമുണ്ടെങ്കിൽ അതിന് പ്രായശ്ചിത്തമുണ്ട്, എന്നാൽ നോമ്പ് ഖളാ വീട്ടുകയും വേണം. അങ്ങനെ നോമ്പ് മുറിക്കാൻ, ഇഫ്താർ ചെയ്യാൻ, നോമ്പ് മുറിക്കാനുള്ള ഒരു മസ്അല ഒരു ഉമ്മാക്ക് നൽകുന്നത് ഗർഭാശയത്തിൽ കിടക്കുന്ന കുഞ്ഞിന് ഒരു പ്രയാസം വരാതിരിക്കാനാണ്. ലാ തജ്നി ഉമ്മുൻ അലാ വലദ്. ഒരു ഉമ്മയും ഒരു കുഞ്ഞിന്, ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിന് പ്രയാസമുള്ളത് ചെയ്യരുത്. ഹബീബിന്റെ ഹദീസാണത്. ഗർഭം ധരിച്ചിരിക്കുന്ന പെണ്ണുങ്ങൾ തൻ്റെ വയറ്റത്തിരിക്കുന്ന കുഞ്ഞിന് ഉപദ്രവമാകുന്ന വിധമുള്ള ഭക്ഷണമോ അല്ലെങ്കിൽ ആ കുഞ്ഞിന് ഉപദ്രവമാകും വിധം മടിപിടിച്ച് വ്യായാമമില്ലാതിരിക്കുന്നതോ, ആ കുഞ്ഞിന് ഉപദ്രവമാകുന്ന മരുന്ന് കഴിക്കുന്നതോ, ആ കുഞ്ഞിന് ഏതെങ്കിലും തരത്തിൽ മാനസികമായോ അല്ലാതെയോ ഒരു കുഴപ്പം വരുന്ന വിധത്തിൽ ഡെലിബറേറ്റായിട്ട് ഡിപ്രഷൻ അടിച്ച് കിടക്കുന്നതോ ഒന്നും ചെയ്യരുതേ. ലാ തജ്നി ഉമ്മുൻ അലാ വലദിൻ. ഒരു ഉമ്മയും ഒരു കുഞ്ഞിന് മേൽ അതിക്രമം ചെയ്യരുത് എന്ന് പറഞ്ഞ ഹദീസിനെ ഗർഭാശയത്തിലിരിക്കുന്ന കുഞ്ഞിന് പോലും ഒരു ഉമ്മ പരിഗണന കൊടുക്കുകയും ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞ് ജനിച്ചു പുറത്തു വരുമ്പോൾ ആ കുഞ്ഞിന് ഒരു വൈകൃതമുണ്ടാകത്തക്ക വിധം ഉമ്മയുടെ ഒരു ഇടപെടൽ കൊണ്ട് ഒരു പ്രയാസം ഉണ്ടാവരുത്, അത്രമേൽ ശ്രദ്ധിക്കണമെന്ന് പഠിപ്പിച്ചു നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഉമ്മമാർ പോഷണം കഴിക്കണമെന്ന് പറയുന്നത്. ഗർഭം ധരിക്കുമ്പോൾ അവർക്ക് ഗർഭമുണ്ടെങ്കിൽ ആ കുഞ്ഞിനാവശ്യമായ പോഷകങ്ങൾ കഴിക്കണം. നമ്മളങ്ങനെ ഡോക്ടർമാർ എഴുതിയാൽ അത് അവർ വെറുതെ പൈസ ഉണ്ടാക്കാൻ വേണ്ടി എഴുതാൻ അങ്ങനെ പറയും. ഒരുപക്ഷെ ഏതെങ്കിലും വല്ല വൈറ്റമിൻസോ എന്തെങ്കിലും നമ്മുടെ ശരീരത്തിൽ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിലാ അവരത് എഴുതിത്തരാ, കഴിച്ചേക്ക്. നമ്മൾ ചോറും കറിയും കഴിക്കുമ്പോൾ ഒരുപക്ഷെ വേണ്ടത് അതിൽ നിന്ന് കിട്ടിക്കൊള്ളണമെന്നില്ല, വിശപ്പ് മാറിയേക്കും. പക്ഷേ ഒരു കുഞ്ഞിൻ്റെ പോഷണത്തിന് ആവശ്യമായത് കിട്ടിയില്ല എന്ന് വരും. വെറുതെ നമുക്കത് വാങ്ങിക്കാൻ പറ്റും, അതൊരു ഉപദ്രവമുള്ള സാധനമൊന്നും അല്ല, ബോഡിക്കും കുഞ്ഞിനും ഉപകാരമുള്ളതാണ് എന്ന് ബോധ്യപ്പെടുന്നതെങ്കിലും നിർബന്ധമായും കഴിച്ചിരിക്കണമെന്ന. എന്തേ? ലാ തജ്നി ഉമ്മുൻ അലാ വലദിൻ ഖാല റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു. ഒരു കുഞ്ഞിന് പ്രയാസമാകുന്നതും ഒരു ഉമ്മ ചെയ്യരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹബീബായ നബി തങ്ങളുടെ മുമ്പിലേക്ക്
നബിയേ അസബതു ഹദ്ദൻ യാ നബിയല്ലാഹ് അസബതു ഹദ്ദൻ ഫഅഖിംഹു അലയ്യ. വ്യഭിചാരം ചെയ്ത് ഗർഭിണിയായ ഒരു പെണ്ണ് പൂർണ്ണ ഗർഭിണിയായി ഹബീബിന്റെ മുമ്പിൽ വന്ന ഒരു സംഭവമുണ്ട്. ലമ്മാ ജാഅത്തിൽ മർഅത്തുൽ ഗാമിദിയ, ഗാമിദി ഗോത്രത്തിൽപ്പെട്ട ഒരു പെണ്ണ്, അവർ ഗർഭിണിയാണ്. ആ ഗർഭം വിവാഹേതര ബന്ധത്തിൽ നിന്നുണ്ടായതാണ്, വ്യഭിചാരത്തിന്റെ ഗർഭമായിരുന്നു. ഫഅഖിംഹു അലയ്യ, നബിയേ അല്ലാഹു എന്താണോ വ്യഭിചാരത്തിന്റെ ശിക്ഷ വിധിച്ചത് അത് എന്നിൽ നടപ്പാക്കിക്കോളൂ എന്ന് പറഞ്ഞ് ഹബീബിനെ സമീപിച്ചു ഒരു പെണ്ണ്. വ്യഭിചാരമോ അതുപോലെ തന്നെ മോഷണമോ പോലെയുള്ള കാര്യങ്ങൾ ഒരാൾക്ക് ഒരു കോടതിയിൽ, ഇസ്ലാമിക ശരീഅത്തിന്റെ കോടതിയിൽ വന്ന് പറയാതെ, ഏറ്റുപറയാതെ അള്ളാഹുവിനോട് ഏറ്റുപറഞ്ഞാൽ തൗബ ചെയ്ത് മടങ്ങാൻ അവസരമുണ്ട്. അള്ളാഹു പുറത്തു കൊടുക്കുകയും ചെയ്തേക്കും. എന്നാൽ സ്വയം വന്ന് സമ്മതിക്കുകയോ സാക്ഷികളാൽ തെളിയിക്കപ്പെടുകയോ ചെയ്താൽ കോടതിക്ക് അതിന് നിയമം നടപ്പാക്കേണ്ടി വരും. അതാണ് ഇവിടെ സംഭവിച്ചത്. മാഇസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അങ്ങനെയാണ് എറിഞ്ഞു കൊല്ലപ്പെടുന്നത്. ആ നിയമം എന്നിൽ നടപ്പാക്കണം നബിയെ എന്ന് പലവരും തങ്ങൾ മുഖം തിരിച്ചു കളഞ്ഞിട്ടുണ്ട്. അവിടെ ചെന്ന് പറഞ്ഞു, നബിയെ ഞാൻ വ്യഭിചരിച്ചു നബിയെ. തങ്ങൾ പറഞ്ഞു, നിങ്ങൾ സ്പർശനമാവാം, ചുംബനമാവാം, നിങ്ങൾ വ്യഭിചരിച്ചതാവില്ല. ആണ് നബിയെ. ഒരു ഭർത്താവിന് തൻ്റെ ഭാര്യയിൽ നിന്ന് നിക്കാഹിലൂടെ ഹലാലാകുന്നതെന്തോ അത് ഹറാമിൽ എന്നിൽ നിന്ന് സംഭവിച്ചു എന്ന് തങ്ങളോട് ഏറ്റുപറഞ്ഞപ്പോഴാണ് മാഇസ് റളിയല്ലാഹു അൻഹു എറിഞ്ഞു കൊല്ലപ്പെടുന്നത്, ശരീഅത്തിന്റെ നിയമം നടപ്പാക്കപ്പെടുന്നത്. ഈ പെണ്ണിങ്ങനെ വന്ന് സമ്മതിച്ചു ഹബീബിനോട്. ആരും തെളിവ് കൊണ്ട് തെളിയിക്കപ്പെട്ട സംഭവങ്ങൾ ഒന്നുപോലും ഇസ്ലാമിക ചരിത്രത്തിൽ കഴിഞ്ഞിട്ടില്ലെന്നാണ്. ഒരു വ്യഭിചാരം 4 സാക്ഷികളാൽ തെളിയിക്കപ്പെട്ടത് ഉണ്ടായിട്ടില്ല. ഉണ്ടായത് മുഴുവൻ സ്വയം വന്ന് സമ്മതിച്ചതാ. ഈ സ്വയം വന്ന് സമ്മതിക്കൽ നിർബന്ധമുണ്ടോ? ഇല്ല. അതൊരു മനുഷ്യന്റെ ഈമാനുമായി ബന്ധപ്പെട്ടതാണ്. അയാൾക്ക് വേണമെങ്കിൽ നാളെ പരലോകത്ത് ശിക്ഷ കിട്ടൂലല്ലോ ഇവിടെ ശിക്ഷിക്കപ്പെട്ടാൽ, അതുകൊണ്ട് ഞാൻ ഇവിടെ ശിക്ഷ വരിക്കാൻ തയ്യാറാണ്. അല്ലെങ്കിൽ അള്ളാഹുവിനേക്ക് പുറത്തു തരാമല്ലോ. 100 ആളുകളെ കൊന്നാൾക്ക് അള്ളാഹു പുറത്തു കൊടുത്തിട്ടില്ലേ? ഞാൻ കൊലപാതകമൊന്നും ചെയ്തില്ലല്ലോ, അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കട്ടെ, അള്ളാഹുവിനേക്ക് പുറത്തു തന്നേക്കാം, റബ്ബ് പുറത്തു തരും. അങ്ങനെ നിങ്ങളും അള്ളാഹു തമ്മിൽ പൊരുത്തപ്പെടിക്കാം. പക്ഷേ ഒരാൾക്ക് തോന്നുന്നു ഇത് കോടതിക്ക് മുമ്പിൽ വന്ന് പറയണം, സമ്മതിക്കണം, കൺഫെഷൻ ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ, അങ്ങനെ അത് സമ്മതിക്കുകയാണെങ്കിൽ കോടതി ശിക്ഷ നടപ്പാക്കും. പുണ്യനബി തങ്ങൾ ആദ്യമായി ശ്രദ്ധിച്ചത് ഈ പെണ്ണിന്റെ ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിനെയാണ്. പുണ്യനബി തങ്ങൾ പറഞ്ഞു, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഈ കുഞ്ഞിന്റെ ഉപ്പയാരാണ്? വാപ്പയെ വിളിച്ചു. അഹ്സിൻ ഇലൈഹാ, അള്ളാഹുവിന്റെ ശിക്ഷ നടപ്പാക്കാതിരിക്കാൻ എനിക്ക് കഴിയില്ല. പക്ഷേ ഒരു കുഞ്ഞവളുടെ ഉദരത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആ കുഞ്ഞിനെ പ്രസവിക്കുന്നത് വരെ ഈ മോളോട്, ഈ കുഞ്ഞിന്റെ ഉമ്മയായ ഇവളോട് നല്ല നിലക്ക് പെരുമാറണം. അവർ പ്രസവിക്കുകയാണെങ്കിൽ എൻ്റെ അടുത്തേക്ക് അവരെ കൊണ്ടുവരിക. പ്രസവിച്ചു. ആ കുഞ്ഞിനെയും കൊണ്ടുവന്നു. ഫീ ഖിർഖത്തിൻ, ഒരു തുണിയിൽ പൊതിഞ്ഞ് പിഞ്ചു പൈതലിനെയും കൊണ്ടുവന്നു. ഖാലത്ത്, ആ പെണ്ണപ്പോഴും പറഞ്ഞു, ഹാ ഖദ് വലത്തുഹു, നബിയേ ഞാൻ ജന്മം നൽകിയിരിക്കുന്നു, പ്രസവിച്ചിരിക്കുന്നു നബിയേ. ഹബീബ നബി തങ്ങൾ അപ്പോഴും ആ പിഞ്ചു പൈതലിന്റെ ജീവിതമാണ് ശ്രദ്ധിച്ചത്. ആ പെണ്ണ് സ്വന്തം ജീവൻ റജ്മിലൂടെ ശിക്ഷിക്കപ്പെടാൻ തയ്യാറായി നിൽക്കുകയാണ്. എന്നാൽ ഹബീബ് പറഞ്ഞു, ഇത് ഹബീ ഫഅർദിഈഹി ഹത്താ തുഫ്തിമീ, പെണ്ണെ നിങ്ങൾ പോകണം സഹോദരി, ഈ കുഞ്ഞിന് മുലപ്പാല് കൊടുക്കണം. 2 വർഷത്തോളം പാല് കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അതിനിടയിൽ മാതാവും പിതാവും ഒരുമിച്ച് കുഞ്ഞിൻ്റെ ശാരീരിക ആരോഗ്യം നോക്കിയിട്ട് നിർത്തണമെന്ന് 2 പേരും തീരുമാനിക്കുമ്പോഴേ മുലയൂട്ടൽ നിർത്താൻ പാടുള്ളെന്നാണ്. 2 വർഷം അതിൻ്റെ സമയം ശറഅ് അനുവദിച്ച സമയമാണ്, വേണമെന്ന് പറഞ്ഞ സമയമാണ്. ആ കുഞ്ഞിന് നിങ്ങൾ പാല് കൊടുക്കണം. ആ കുഞ്ഞ് പാലല്ലാത്ത മറ്റു ഭക്ഷണം കഴിക്കാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ ഇവിടെ വരണം എന്ന് തങ്ങൾ പറഞ്ഞു. ഫലമ്മാ ഫതമതുഹു, ആ കുഞ്ഞിന്റെ മുലപ്പാല് കൂടി നിർത്തിയതിന് ശേഷം അതതുഹു ബിസ്സബി ഫീ യദിഹി കിസ്റതു ഖുബ്സിൻ, ആ കുഞ്ഞുമായി വന്നു. ആ കുഞ്ഞിന്റെ കയ്യിൽ ഒരു റൊട്ടി കഷ്ണമുണ്ടായിരുന്നു. എൻ്റെ കുഞ്ഞ് റൊട്ടി തിന്നാറായി എന്ന് നബി തങ്ങളെ ബോധിപ്പിക്കാൻ.
അന്നേരമാണ് ആ പെണ്ണിൽ ശിക്ഷ നടപ്പാക്കപ്പെടുന്നത്. അതുവരെ ഹബീബായ നബി തങ്ങൾ ആ കുഞ്ഞ് പ്രസവിക്കട്ടെ, ആ കുഞ്ഞ് സ്വയം ഭക്ഷണം കഴിക്കാൻ പറ്റുന്നൊരവസ്ഥയിലേക്ക് എത്തട്ടെ എന്ന് പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അല്ലാഹുവിൻ്റെ ഹദ് വളരെ വിഷമത്തോടെ ഹബീബായ നബി തങ്ങൾ കരയുമായിരുന്നു. അല്ലാഹുവിൻ്റെ ശിക്ഷ നടപ്പാക്കുമ്പോൾ അവിടുന്ന് കരയുമായിരുന്നു. കാരണം അത് കാണുകയോ അതിന് സാക്ഷിയാവുകയോ ചെയ്യുന്നത് എളുപ്പമല്ല. സ്വഹാബികൾ ചോദിക്കുമായിരുന്നു, നബിയേ, അങ്ങേക്ക് ഇത്രമേൽ വിഷമമുണ്ടെങ്കിൽ എന്തിനാണ് പിന്നെ ശിക്ഷ നടപ്പാക്കുന്നത്? പുണ്യനബി പറയും, ഇതല്ലാഹുവിൻ്റെ ശരീഅത്താണ്, എൻ്റെ നിയമമല്ല. ആ നിയമം നടപ്പാക്കാൻ ഞാൻ ബാധ്യസ്ഥനാവുകയാണ്. എന്തിനാണ് നിങ്ങൾ ഇതൊക്കെ എൻ്റെ ചെവിയിൽ വന്ന് പറയുന്നത്? ഞാൻ അല്ലാഹുവിൻ്റെ ദീനിൽ ഖാദിയായ എൻ്റെ മുമ്പിലേക്ക് വിഷയമെത്താതെ നിങ്ങൾക്കിത് പരിഹരിച്ചുകൂടായിരുന്നോ? നിങ്ങളും അല്ലാഹും തമ്മിൽ തൗബ ചെയ്ത് തീർക്കാൻ കഴിയുന്ന വിഷയം നിങ്ങൾ എൻ്റെ മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ എനിക്കതിൻ്റെ നിയമം നടപ്പാക്കേണ്ടി വരും. അത് നടപ്പാക്കുന്നത് വേദനയോടെയാണെങ്കിലും അത് നടപ്പാക്കാതിരിക്കാൻ എനിക്ക് സാധ്യമല്ല. കാരണം വലാ തഅഖുദുകും റഅഫത്തുൻ ഫീ ദീനില്ലാഹ്, അള്ളാഹുവിൻ്റെ നിയമം നടപ്പാക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ലാഘവവും നിങ്ങൾക്ക് തോന്നരുത് എന്ന് ഖുർആനല്ലേ പറയുന്നത്. അതുകൊണ്ട് സ്വഹാബികളെ, എൻ്റെ ചെവിയിലേക്ക് എത്താതെ എന്നോടിതൊന്നും വന്ന് ഏറ്റുപറയാതെ നിങ്ങൾക്കും അള്ളാഹുവിനും ഇടയിൽ ഈ വിഷയം പരിഹരിക്കാവുന്നതല്ലയോ? എന്തുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല? തങ്ങൾ ചോദിച്ചിട്ടുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹബീബിൻ്റെ മുമ്പിലേക്കൊരു വിഷയം വന്നു. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിൻ്റെ മുമ്പിലേക്കൊരു വിഷയം വന്നു. ആ വിഷയത്തിൻ്റെ സംഭവം ഇമാം ബുഖാരി തങ്ങൾ സ്വഹീഹിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. രണ്ട് പെണ്ണുങ്ങൾ അടിപിടി കൂടി. അതിൽ ഒരു പെണ്ണ് ഗർഭിണിയായിരുന്നു. മറ്റേ പെണ്ണിൻ്റെ ഒരു പഞ്ചുകൊണ്ട് ഗർഭം ധരിച്ച പെണ്ണിൻ്റെ ഗർഭത്തിലെ കുഞ്ഞ് മരിച്ചുപോയി. അവൾക്ക് പെട്ടെന്ന് പ്രസവം സംഭവിച്ചു. ഹബീബിൻ്റെ മുമ്പിലേക്ക് വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഫഖളാ അന്ന ദിയത മാ ഫീ ബത്നിഹാ ഖുർറതു അബ്ദിൻ ഔ അമത്തിൻ. നോക്കണം, പൂർണ്ണ ഗർഭമായി നിൽക്കുന്ന ഒരു കുഞ്ഞല്ലാതെ ഗർഭസ്ഥ ശിശുവായിട്ടേ ഉള്ളൂ, പ്രസവിക്കാൻ സമയമായിട്ടില്ല. എന്നാൽ അടിപിടി കൂടിയതിൻ്റെ പേരിൽ, പരസ്പരം കുത്തുകയോ ഇടിക്കുകയോ ചെയ്തതിൻ്റെ പേരിൽ പ്രസവത്തിൻ്റെ സമയമാകുന്നതിൻ്റെ മുമ്പ് അകാല പ്രസവം സംഭവിക്കുകയാണ്. പ്രീമച്യൂർ ബർത്ത് സംഭവിച്ചു, ഡെലിവറി ഉണ്ടായി. ആ കുഞ്ഞിനെയും കൊണ്ട് ഹബീബിൻ്റെ മുമ്പിലേക്ക് വന്നിട്ട് പരാതി പറഞ്ഞപ്പോൾ പുണ്യ നബി തങ്ങൾ പറഞ്ഞു, ഈ കുഞ്ഞ് ഗർഭത്തിൽ നിന്ന് താഴെ വന്ന് ഗർഭത്തിലിരുന്ന് പൂർണ്ണ വളർച്ചയെത്തി പ്രസവിക്കേണ്ട കുഞ്ഞ് സമയമാകും മുമ്പ് പുറത്തേക്കെത്തി. ആ കുഞ്ഞിന് മരണവും സംഭവിച്ചു. അതിൻ്റെ പേരിൽ ആ കുഞ്ഞിനു പകരം ഒരു അടിമയായ ആണിനെയോ പെണ്ണിനെയോ, ഒരു മുഅ്മിനായ ആണിനെയോ പെണ്ണിനെയോ അടിമയെ വാങ്ങി മോചിപ്പിച്ച് ഇതിന് പ്രായശ്ചിത്തം ചെയ്യണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോഴാണ് പെണ്ണിൻ്റെ വാപ്പ വന്ന് പറയുന്നത്, നബിയേ കൈഫ അഗ്റമു യാ റസൂലല്ലാഹ്. അയാൾ വാചാലനായി പറഞ്ഞു, ഞാൻ എങ്ങനെയാ നബിയെ ഇതിന് ഉത്തരവാദിയാകുന്നത്? മല്ലാ ശരിബ വല അകൽ, തിന്നുകയോ കുടിക്കുകയോ ചെയ്യാത്തൊരു കുഞ്ഞല്ലേ ഇത്. ഒരു പൂർണ്ണ മനുഷ്യന് പകരം കൊടുക്കേണ്ട ദിയത്ത് എങ്ങനെയാണ് ഗർഭസ്ഥ ശിശു ഇങ്ങനെ പുറത്തു വന്നതിൻ്റെ പേരിൽ ഞാൻ കൊടുക്കുന്നത്? ലാ ശരിബ വല അകൽ, ഈ കുഞ്ഞ് തിന്നില്ല കുടിച്ചില്ല. വലാ നതഖ വലസ്തഹൽ, ഈ കുഞ്ഞൊന്ന് വാവിട്ട് കരയുകയോ കുഞ്ഞൊന്ന് സംസാരിക്കുകയോ ചെയ്തില്ലല്ലോ. ഫമിത്ലു ഹാദാ യുത്വൽ, ഇങ്ങനത്തെ വിഷയം പരിഗണിക്കേണ്ടതുണ്ടോ? പ്രാസമൊപ്പിച്ച വർത്താനം പറയുന്നത്. കൈഫ അഗ്റമു യാ റസൂലല്ലാഹ് മല്ലാ ശരിബ വലാ അകൽ വലാ നതഖ വലസ്തഹൽ ഫമിത്ലു ദാലിക യുത്വൽ. ഇതൊക്കെ പറഞ്ഞപ്പോൾ നബി തങ്ങൾ പറഞ്ഞു, ഇന്ന ഹാദാ മിൻ ഇഖ്വാനിൽ കുഹാൻ. ഇവൻ ജ്യോത്സ്യന്മാരുടെ കൂട്ടുകാരിൽപ്പെട്ട ആളാണല്ലോ. ജ്യോത്സ്യന്മാരിങ്ങനെ പ്രാസമൊപ്പിച്ച വർത്തമാനം പറയും. ഇവൻ എന്തായി പ്രാസമൊപ്പിച്ച വർത്തമാനം പറഞ്ഞിവിടെ ഡയലോഗ് അടിക്കുകയാണല്ലോ. അതാ വാക്കിനർത്ഥം. ആ കുഞ്ഞിന്
വിലയുണ്ട്. ആ കുഞ്ഞിന് പകരം ഒരടിമയെ വാങ്ങി മോചിപ്പിച്ചെങ്കിലേ അള്ളാഹു ആ പെണ്ണിന് പുറത്തു കൊടുക്കൂ എന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഗർഭത്തിലിരിക്കുന്ന ഒരു കുഞ്ഞിന് ദീൻ നൽകുന്ന പ്രാധാന്യമാണത്. അതുകൊണ്ടാണ് വിവാഹം ഇത്രമേൽ ഗൗരവമുള്ള ഒരു ചടങ്ങായി വഅഖദ്ന മിൻകുന്ന മീസാഖൻ ഗലീളാ, ഇത് വളരെ ബലിഷ്ഠമായൊരു കയറാണ് എന്ന് പറയാൻ കാരണം, ഒരു കുഞ്ഞിന് ജന്മം നടക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ പിതൃത്വം, ആ കുഞ്ഞിൻ്റെ മാതൃത്വം, ആ കുഞ്ഞിൻ്റെ സംരക്ഷണം, ആ കുഞ്ഞിൻ്റെ ഭാവി എല്ലാം സുരക്ഷിതമായ കരങ്ങളിലാണ് എന്ന് ഉറപ്പുവരുത്താനാ ശർഅ് നിക്കാഹും ത്വലാഖും മറ്റു വിഷയങ്ങളുമൊക്കെ നിശ്ചയിച്ചത്. അത്രമേൽ ഒരു കുഞ്ഞിന് ഇസ്ലാം പ്രാധാന്യം നൽകുന്നു എന്നാണ് ഇതിനർത്ഥം. മഹാനായ കർമ്മശാസ്ത്ര പണ്ഡിതൻ, ഹംബലി മദ്ഹബിന്റെ ഇമാമാണ്, ഹംബലി മദ്ഹബിലെ ഇബ്നു ഖുദാമ റഹിമഹുല്ലാ, ഏതെങ്കിലും ഒരു പെണ്ണ് ഒരു മരുന്ന് കുടിച്ച്, ഏതെങ്കിലും ഒരു മെഡിസിൻ എടുത്ത്, ഒരു ടാബ്ലറ്റ് എടുത്ത് ഗർഭത്തിലിരിക്കുന്ന ഗർഭസ്ഥ ശിശു പുറത്തു വരികയാണെങ്കിൽ ആ പെണ്ണും ഇതുപോലെ പ്രായശ്ചിത്തം ചെയ്യണം, ഒരടിമയെ മോചിപ്പിക്കേണ്ടി വരും എന്ന് മഹാനവറുകളുടെ മസ്അലയുണ്ട്. നോക്കണം, ഒരു ഗർഭസ്ഥ ശിശുവിന് കിടക്കുന്ന ഭൂമിയിലേക്ക് വന്നിട്ടില്ലാത്ത ഒരു കുഞ്ഞിന്റെ അവസ്ഥയാണത്. എന്തുകൊണ്ട്? അതൊരു ജീവനാണ്. വമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യന്നാസ ജമീഅ, ഒരു മനുഷ്യന്റെ ജീവൻ നിങ്ങൾ രക്ഷിച്ചാൽ ഫകഅന്നമാ അഹ്യന്നാസ ജമീഅ, ലോക മനുഷ്യർക്ക് നിങ്ങൾ ജീവൻ രക്ഷിച്ചു കൊടുത്തതിൻ്റെ പുണ്യമാണ്. ഒരു മനുഷ്യന്റെ ജീവൻ അകാരണമായി എടുത്താൽ ലോക മനുഷ്യരുടെ ജീവൻ എടുത്തതിന് തുല്യമാണെന്ന് പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദ. നോക്കണം, ഏതെങ്കിലും ഒരു പെണ്ണ് മരിക്കുന്ന സമയം അവൾ ഗർഭിണിയാണ്, ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞിന് ജീവനുണ്ടെങ്കിൽ എന്താണ് ഇസ്ലാമിന്റെ മസ്അല? എന്താണ് ശരീഅത്തിന്റെ മസ്അല? നാട്ടിലെ ഡോക്ടർമാരുടെയും മെഡിസിൻ രംഗത്തുള്ള ആളുകളുടെയും അവരുടെ എത്തിക്ക് പ്രകാരം തന്നെയും കുഞ്ഞിനെ രക്ഷപ്പെടുത്തണമെന്നാണ് ശരീഅത്തിന്റെ നിയമവും അതുതന്നെയാണ്. ആ പെണ്ണിന്റെ ഗർഭത്തിൽ കിടക്കുന്ന കുഞ്ഞിനെ മരിക്കാൻ അനുവദിച്ചുകൂടാ. എങ്ങനെയെങ്കിലും ആ കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ ആ പെണ്ണിന്റെ വയറ് കീറിയിട്ടാണെങ്കിൽ പോലും ആ കുഞ്ഞിന് ജന്മം, ആ കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കണമെന്നാണ് ശരീഅത്തിന്റെ നിയമം. അതാണ്. നോക്കണം, കിതാബ് നൽകപ്പെട്ട, വേദം നൽകപ്പെട്ട ഈസ നബി അലൈഹിസ്സലാമിന്റെയും മൂസ നബി അലൈഹിസ്സലാമിന്റെയും സത്യസന്ധമായ ശരീഅത്തിൽ വിശ്വസിച്ചിരുന്ന ആളുകൾ, അഹ്ലു കിതാബുകൾ അന്നുണ്ടായിരുന്നു. അവർ വിശ്വസിച്ചത് ഈസ നബി അള്ളാന്റെ റസൂലാണെന്നും അള്ളാഹു ഏകനായ പടച്ചവനാണെന്നുമാണ്. എന്നാൽ മുഹമ്മദ് നബി തങ്ങൾ വിശ്വസിച്ചില്ല എന്നതാണ് അവർ ചെയ്ത തെറ്റ്. അങ്ങനെയുള്ള അഹ്ലു കിതാബുകൾ അവരെ വിവാഹം ചെയ്യൽ ഒരു മുസ്ലിമിന് ജായിസാണ് എന്നുണ്ട്. അത്തരക്കാരെ ഇന്ന് കിട്ടാനുണ്ടോ എന്നത് വേറൊരു ചർച്ചയാണ്. അത്തരക്കാരായ അഹ്ലു കിതാബുകാർ ഏതാണോ മൂസ നബിയും ഈസ നബിയും കൊണ്ടുവന്നതിന് മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമാകാത്ത അവരുടെ ശരീഅത്ത്, അത് വിശ്വസിച്ചവർ, അത്തരം ഗോത്രങ്ങൾ സിറിയയിലും യമനിലും ലബനോനിലും ഫലസ്തീനിലും ഈജിപ്തിലുമൊക്കെ ഉണ്ടായിരുന്നു. അത്തരം കബീലകൾ അവരുമായി വിവാഹ ബന്ധങ്ങളിൽ ഏർപ്പെടുന്നത് ജായിസാണെന്ന് ശരീഅത്ത് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ വിഷയം നമ്മൾ വിസ്തരിക്കുമ്പോൾ അതിൻ്റെ ഗൗരവത്തിൽ അതിനെടുക്കേണ്ടതുണ്ട്. നമ്മളിവിടെ പറയുന്ന അഹ്ലു കിതാബുകൾ ഇന്ന് അഹ്ലു കിതാബുകളാണെന്ന് പറയപ്പെടാൻ പറ്റുന്നവരാണോ അല്ലയോ ഇത് മനസ്സിലാക്കിയിട്ടേ ഈ വിവാഹം തന്നെ സാധുവാവുകയുള്ളൂ എന്ന് പ്രത്യേകം മനസ്സിലാക്കുക. ശരീഅത്തിന്റെ നിയമം അതാണ്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശുദ്ധമായ ദീൻ എത്ര മനോഹരമാണ്. മുസ്ലിമായൊരു ഭർത്താവിൽ നിന്ന് ജനിച്ച ഒരു കുഞ്ഞ്, അഹ്ലു കിതാബിൽപ്പെട്ട ഒരു പെണ്ണ് ഗർഭം ധരിച്ച് ആ പെണ്ണ് മരണപ്പെടുകയാണെങ്കിൽ ആ പെണ്ണിനെ മറവു ചെയ്യേണ്ടത് മുസ്ലിമീങ്ങളുടെ മഖ്ബറയോട് ചേർന്ന് നിൽക്കുന്ന ഭാഗത്താണ്. അതുവരെ ശരീഅത്ത് പറഞ്ഞു. ആ ഉമ്മ ഇവർ ഈ മുസ്ലിമായ ഭർത്താവിന്റെ അഹ്ലു കിതാബിയത്തായ പെണ്ണ്, അവളെ മുസ്ലിമത്ത് എന്നല്ല കാണുന്നത്. പക്ഷേ ആ കുഞ്ഞിന്റെ വയറ്റിലിരിക്കുന്ന ജനീൻ, ഗർഭസ്ഥ ശിശു, പിതാവ് മുസ്ലിമായതിന്റെ പേരിൽ ശരീഅത്തിന്റെ കാഴ്ചപ്പാടിൽ മുസ്ലിമാണെന്നാണ്.
അങ്ങനെയാണെങ്കിൽ കുഫാറുകളെ മറവ് ചെയ്യുന്നിടത്ത് ഈ പെണ്ണിനെ മറവ് ചെയ്യരുത് എന്നും, ആ പെണ്ണിനെ മറവ് ചെയ്യുമ്പോൾ കൂടെ കിടക്കുന്ന മുസ്ലിമായൊരു കുഞ്ഞ് ആ വയറ്റിലുള്ളതിൻ്റെ പേരിൽ മുസ്ലിമീങ്ങളുടെ മഖ്ബറയോട് ചേർന്നാണ് മറവ് ചെയ്യേണ്ടത് എന്ന് പോലും കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ചർച്ച ചെയ്ത് വെച്ചിട്ടുള്ളത്. ഒരുപക്ഷെ ഈ മുസ്ലിമായ കുഞ്ഞിന് ഒരുപക്ഷെ അസാബ് നൽകപ്പെടുന്ന ആളുകളുടെ, ശിക്ഷിക്കപ്പെടുന്ന ആളുകളുടെ ഇടയിൽ കൊണ്ടുപോയി മറവ് ചെയ്താൽ ആ കുഞ്ഞിന് അവരുടെ അദാബിന്റെ പ്രയാസം അനുഭവിക്കേണ്ടി വരുമെന്നാണ്. അതില്ലാതിരിക്കാൻ മുസ്ലിമീങ്ങളുടെ മഖ്ബറയോട് ചേർന്ന് കിടക്കുന്നിടത്താണ് ഒരു അഹ്ലി കിതാബിയത്തായ പെണ്ണ് ഗർഭം ധരിച്ചുകൊണ്ടാണ് മരിക്കുന്നതെങ്കിൽ അവരെ മറവ് ചെയ്യണമെന്ന് ഹംബലി മദ്ഹബിന്റെ ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളുടെ മസ്അലയുണ്ട്. അത്രമേൽ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ പോലും ശരീഅത്ത് കണക്കാക്കുന്നത് അങ്ങനെയാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, വസ്സിഖതു യുസല്ലാ അലൈഹി വയുദ്ആ ലിവാലിദൈഹി ബിൽ മഗ്ഫിറതി വർ-റഹ്മ. ഗർഭഛിദ്രം സംഭവിക്കുകയോ അകാലത്തിൽ പ്രസവിക്കുകയോ ചെയ്ത് ജീവനില്ലാതെ വന്നൊരു കുഞ്ഞാണെങ്കിൽ പോലും ആ കുഞ്ഞിന് വേണ്ടി, മനുഷ്യരൂപം പ്രാപിച്ച കുഞ്ഞാണെങ്കിൽ ആ കുഞ്ഞിന് വേണ്ടി നിസ്കരിക്കുകയും അവരുടെ മാതാപിതാക്കൾക്ക് മഗ്ഫിറത്തിനും റഹ്മത്തിനും വേണ്ടി ദുആ ചെയ്യുകയും ചെയ്യണം. ശരീഅത്തിന്റെ നിയമമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ വരുമ്പോൾ ഒരു കുഞ്ഞിന് നൽകപ്പെടുന്ന അനന്തരാവകാശ നിയമങ്ങൾ പോലും വ്യക്തമായി പറഞ്ഞു. വാപ്പ മരിക്കുന്നു, ഉമ്മ ഗർഭിണിയാണ്, ഭർത്താവ് മരിക്കുന്നു, ഭാര്യ ഗർഭിണിയാണ്, ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞ് ആണോ പെണ്ണോ എന്ന് അറിയില്ല, ജീവനുള്ള കുഞ്ഞാണ്. ആ കുഞ്ഞിന് നേരത്തെ നിങ്ങൾ സ്വത്ത് ഓഹരി വെക്കുകയാണെങ്കിൽ ആണാണോ പെണ്ണാണോ എന്നറിയില്ലെങ്കിൽ അതൊരു പെണ്ണാണ് എന്ന വിധത്തിൽ നിങ്ങൾ ഓഹരി മാറ്റിവെക്കണമെന്നും, ആ ആൺകുട്ടിയാണെങ്കിൽ ആ കുഞ്ഞിന് മുഴുവനായും ലഭിക്കേണ്ട അനന്തര സ്വത്ത് കുഞ്ഞിന് നൽകപ്പെടണം, കൊടുത്തിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീഅത്തിന്റെ വിശാലതയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞ് ആണോ പെണ്ണോ എന്നറിയാതിരുന്നാൽ ഞാൻ പറഞ്ഞു തിരുത്തുക, അറിയാതിരുന്നാൽ ആ ഗർഭത്തിലിരിക്കുന്നത് ആൺകുട്ടിയാണ് എന്ന് കരുതിക്കൊണ്ട് ആ കുട്ടിക്ക് ആവശ്യമായ സ്വത്ത് നിങ്ങൾ മാറ്റിവെക്കണം. പെൺകുട്ടിയാണെങ്കിൽ ആ പെൺകുട്ടികളുടെ അവകാശം അവർക്ക് കൊടുക്കുകയും ബാക്കി മറ്റു അവകാശികൾക്ക്, അല്ലെങ്കിൽ ബാക്കിയുള്ള വറസത്ത് ആരാണോ അവർക്ക് ഓഹരി വെച്ച് കൊടുക്കുകയും ചെയ്യണം. ഗർഭത്തിലിരിക്കുന്ന കുഞ്ഞ് ഭൂമിയിലേക്ക് വരുമ്പോൾ തനിക്ക് അനന്തര സ്വത്ത് ഇല്ലാത്തൊരവസ്ഥ വരരുത് എന്നാണ് ശരീഅത്ത് പറയുന്നത്. അത്രമേൽ മക്കളെന്ന് പറയുന്നത് ശരീഅത്തിന്റെ കാഴ്ചപ്പാടിൽ വളരെയധികം ദീൻ ബഹുമാനിച്ചിട്ടുണ്ട്. അവർക്ക് അർഹതയുള്ള എല്ലാം വകവെച്ചു കൊടുത്തിട്ടുണ്ട്. ഉദ്ഉഹും ലിആബാഇഹിം ഹുവ അഖ്സതു ഇൻദല്ലാഹ് ഫഇൻ ലം തഅലമൂ ആബാഅഹും ഫഇഖ്വാനുകും ഫിദ്ദീനി വമവാലീകും. ഒരാൾക്കും തൻ്റെ വാപ്പയല്ല എന്ന് പറയാൻ പാടുള്ളതല്ല. ഒരാൾക്കും തൻ്റെ മകനല്ല എന്ന് വാദിക്കുകയും ചെയ്യാൻ പാടുള്ളതല്ല. ഉദ്ഉഹും ലിആബാഇഹിം, ആരാണോ അവരുടെ ബയോളജിക്കൽ ഫാദർ, ആ പിതാവിലേക്ക് തന്നെയാണ് ആ മക്കളെ ചേർത്തി പറയേണ്ടത്. പോറ്റി വളർത്തിയത് വേറെ ആളുകളായിരിക്കാം, പക്ഷേ ഈ കുഞ്ഞിന്റെ പിതാവ് ആരാണോ ആ പിതാവിലേക്കാണ് മക്കളെ ചേർത്തി പറയേണ്ടത്. ഇന്നയാളുടെ മകൻ എന്ന് പറയുമ്പോൾ ആ ആള് ഇയാളുടെ വാപ്പ തന്നെയായിരിക്കണം. അല്ലാഹുവിൻ്റെ അടുത്ത് ഏറ്റവും നീതിയുക്തമായത് അങ്ങനെ പറയലാണ്. അന്ന് കാലങ്ങളിൽ അഡോപ്ഷൻ ഉണ്ട്. പുണ്യനബി തങ്ങൾ പോറ്റി വളർത്തിയ മോനാണ് സയ്യിദ് ഇബ്നു ഹാരിഥ റളിയല്ലാഹു തആല അൻഹു. ചരിത്രം നിങ്ങൾ കേട്ടിട്ടുണ്ട്. മുഅ്ത യുദ്ധത്തിലെ പതാക പിടിച്ച് ഷഹീദായ മുഅ്ത യുദ്ധത്തിന്റെ നേതാവായിരുന്നു മഹാനായ ജഅഫർ തങ്ങളോടുകൂടെ അബ്ദുല്ലാഹി ഇബ്നു റവാഹ തങ്ങളോടുകൂടെ സയ്യിദ് ഇബ്നു ഹാരിഥ റളിയല്ലാഹു അൻഹു പുണ്യനബി പോറ്റി വളർത്തിയ മോനാണ്. മഹദിയായ ഖദീജ റളിയല്ലാഹു അൻഹ മഹദി റളിയല്ലാഹു അൻഹ വാങ്ങിച്ചിരുന്ന അടിമച്ചന്തയിൽ വിൽക്കപ്പെട്ടപ്പോൾ മഹദി റളിയല്ലാഹു അൻഹ വാങ്ങിക്കുകയും ഹബീബിനെ കല്യാണം കഴിച്ചപ്പോൾ പുണ്യനബി തങ്ങൾക്ക് ഖദീജ ബീവി സമ്മാനമായി നൽകുകയും ചെയ്ത മോനാണ്
സെയ്ദ് ഇബ്നു ഹാരിഥ റളിയല്ലാഹു അൻഹു. ആ സെയ്ദ് എന്നവരുടെ മോനാണ് ഉസാമത്ത് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു. അവരുടെ ആ ഉസാമ റളിയല്ലാഹു അൻഹുവും സെയ്ദ് ഇബ്നു ഹാരിഥ തങ്ങളും വാപ്പയും മോനും ഹിബ്ബു റസൂലില്ലാഹി വബിനു ഹിബ്ബി റസൂലില്ലാഹ്, അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വഹാബിയാണ്. ഹബീബിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്വഹാബിയുടെ ഇഷ്ടപ്പെട്ട മോനുമായിരുന്നു പുണ്യനബി തങ്ങൾക്ക്.